ചൂട് ബജ്ജി എടുത്ത് കഴിക്ക് ക്ഷമ ചേച്ചി. എനിക്ക് വേണ്ട സലോമി. അയ്യോ അങ്ങനെ പറയല്ലേ, വേണ്ടെന്ന വാക്ക് കേൾക്കാൻ കാത്തിരിക്കാണ് ഇവള്. താൻ കഴിച്ചേ, അല്ലെങ്കിൽ ഈ പ്ലേറ്റ് കൂടി എന്റെ അനിയത്തി വിഴുങ്ങും. അച്ചായ, ക്ഷമ ചേച്ചി ആകെ മൂഡ് ഓഫില്ല. അതിന്റെ കൂടെ ചീഞ്ഞ കോമഡി പറഞ്ഞ് പാവത്തിനെ വിഷമിപ്പിക്കില്ലേ? ക്ഷമയെ പോലെ ബോൾഡായ ഒരാള് ഇങ്ങനെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഡെസ്പായി നടക്കുന്നത് ശരിയല്ല കേട്ടോ. നിസ്സാര കാര്യോ? ഒരാളുടെ ജോലി പോകുന്നതാണോ നിസ്സാര കാര്യം ക്രിസ്റ്റി? ഇയാൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാഞ്ഞിട്ടാ. ക്ഷമയുടെ ഒരു ക്യാരക്ടർ എനിക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതുകൊണ്ടാ ഞാൻ അത് നിസ്സാരമായിട്ട് എടുക്കുന്നത്. അതേസമയം ദയക്കായിരുന്നു ഈ ഒരു അവസ്ഥയെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. ദയേക്കാൾ പക്വതയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉള്ള ആളാണ് ക്ഷമ. അങ്ങനെ ഒരാൾ കരിയറിൽ ഒരു ക്രൈസിസ് വരുമ്പോ ഇത്രയ്ക്കങ്ങ് നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? അതാ എന്റെ ചോദ്യം. ഇതുപോലൊരു ക്രെഡിറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ക്രിസ്റ്റി. ഒരു തെറ്റും ചെയ്യാതെയാ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്. അതാ എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായി തളർത്തിയത്. കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കണ്ണിൽ ഫ്രോഡായിപ്പോ. അതൊക്കെ ക്ഷമയുടെ വെറും തോന്നല. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ആലോചിച്ച് പേടിക്കുന്ന എന്തിനാ? ആ പറഞ്ഞത് പോയിന്റ്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം ഒരുത്തരും പേടിക്കേണ്ട ആവശ്യമില്ല. കളിയാക്കാനും കുറ്റപ്പെടുത്താനും വരുന്നവരോട് പോയി പണി നോക്കടാന്ന് പറയണം. ഒന്നിനും സമയം കിട്ടുന്നില്ലെന്നായിരുന്നു ഇതുവരെ എന്റെ പരാതി. പക്ഷെ ഇപ്പോ എങ്ങനെ സമയം തള്ളി നീക്കാന്നാ ചിന്ത. വീട്ടിലിരുന്ന് ബോറടിച്ച് മരിക്കാൻ ഞാൻ. ഏതെങ്കിലും ഒന്നിലൊന്ന് എൻഗേജ്ഡ് ആയ മതിയായിരുന്നു. സമയം പോകാത്തതാണ് ചേച്ചിയുടെ പ്രശ്നമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ദേ, ക്രിസ്റ്റിയുടെ കൂടെ അങ്ങ് കൂടിക്കോ. അതാവുമ്പോ അത്യാവശ്യം കാറ്ററിംഗ് സർവീസും ബോർമ പണിയൊക്കെ ആയി ലാവിഷ് ആവാൻ നമുക്ക്. ബോറിങ്ങും മാറിക്കിട്ടും, അത്യാവശ്യം നല്ല ഫുഡിങ് നടക്കും. ക്ഷമ ചേച്ചിയെ പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അച്ഛനും ഹാപ്പിയാ. അല്ലേടാ മോനെ? മിണ്ടായിരിക്കടി. സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണോ നിന്റെ തമാശ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമ വിചാരിച്ച ഇപ്പോഴത്തെ ഈ ബോറടിക്ക് ഒരു സൊല്യൂഷൻ കാണാവുന്നതേ ഉള്ളൂ. ക്രിസ്റ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ദേ ഇപ്പൊ ഫുൾ ടൈം എൻഗേജ്ഡാ. സിദ്ധാർത്ഥ അങ്കിളിന് ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് കടയിൽ അധിക സമയം ഇരിക്കാനും പറ്റത്തില്ല. ക്ഷമയ്ക്ക് ആ ഷോപ്പ് ഏറ്റെടുത്തൂടെ? ഒരാൾ പ്രോപ്പറായിട്ട് നോക്കി നടത്താനുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ലാത്തൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അത് നല്ല ഐഡിയ ആണ് ക്ഷമ ചേച്ചി. അത്യാവശ്യം മാർക്കറ്റിംഗ് തന്ത്രം പ്രയോഗിച്ച ആൾക്കാർ കൂടും. നമുക്കൊരു മെഗാ ഡിസ്കൗണ്ട് സെയിലിനെ കുറിച്ച് ആലോചിച്ചാലോ? അതൊന്നും ശരിയാവില്ല. തൊട്ടടുത്ത് ഇത്രയും വലിയൊരു മോളുള്ളപ്പോ ആര് വരാനാ അവിടെ? ദയോടെന്ന് ഞാനും അമ്മയും ആവുന്നത്ര പറഞ്ഞതാ. വെറുതെ കാശ് മുടക്കി കട റെനോവേറ്റ് ചെയ്യണ്ടെന്ന്. മാളുള്ളത് കൊണ്ട് ആൾക്കാർ വരാതിരിക്കുന്നില്ല. ഇപ്പൊ എത്ര സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടായിരുന്നാലും ആൾക്കാർ ഇതുപോലുള്ള തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ വരാറില്ലേ? അതുപോലെയാണ് ഷോപ്പിന്റെ കാര്യം. നോക്കി നടത്താനുള്ള മനസ്സും പിന്നെ ഇവള് പറഞ്ഞ പോലെ അല്പം മാർക്കറ്റിംഗ് പൊടിക്കയും സംഗതി ഉഷാറാവും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹലോ. സലോമി, ഇത് ഞാനാ, ഉണ്ണിമുകുന്ദൻ. മുകുന്ദൻ ഉണ്ണിച്ചേട്ടൻ. അത് മനസ്സിലായി. ചേട്ടൻ എന്നാത്തിനാ വിളിച്ചത്? ഡേയുടെ കാര്യത്തിനാണെങ്കിൽ വേണ്ട, ആ കേസ് ഞാൻ വിട്ടു. അയ്യോ അങ്ങനെ പറയല്ലേ സലോമി. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എങ്ങനെയെങ്കിലും ഞാൻ അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ട് വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടെ ചളാക്കുവാണല്ലോ. അത് പിന്നെ അമ്മ ഓരോ ഏടാകൂടങ്ങൾ ഒപ്പിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ സലോമി? എനിക്ക് ദയക്കുട്ടിയോട് പിണക്കൊന്നും ഇല്ല കേട്ടോ. പിണക്കൊന്നും ഇല്ലാന്ന് മാത്രമല്ല, എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. എന്റെ പൊന്നു മുകുന്ദനുണ്ണി ചേട്ടാ, ഒരു കാര്യം പറഞ്ഞാ വിഷമം തോന്നരുത്. ദയക്കുട്ടിയുടെ കാര്യമാണോ? അല്ല, നിങ്ങളുടെ അമ്മയുടെ കാര്യ. അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചേട്ടൻ അവളെ കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തള്ളയുടെ പുക കണ്ടിട്ട് എന്റെ കല്യാണം നടക്കുന്നതാ തോന്നുന്നത്. അയ്യോ അങ്ങനെ പറയരുത്. അമ്മ എന്തൊക്കെ എതിർപ്പ് പറഞ്ഞാലും ഞാൻ ദയക്കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂ. എനിക്ക് അത്രക്ക് ഇഷ്ടായതുകൊണ്ടല്ലേ. ശരി ശരി, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. വലിയ ഉറപ്പൊന്നും പറയുന്നില്ല. വണ്ടി നിർത്തടാ. ഇത് അവളാണല്ലോ. ഇവളാള് ചില്ലറക്കാരിയല്ലോ. ഇത് കാറ്ററിംഗ് സർവീസ് നടത്തുന്ന പയ്യനല്ലേ? കൊള്ളാം, കമ്പനി അടിക്കാൻ പറ്റിയ കൂട്ട് തന്നെ.
എന്റെ ദേവി, ഈ കാഴ്ച നീ എന്റെ മുമ്പിൽ തന്നെ കാണിച്ചു തന്നല്ലോ. മതി, ഇത് മതി. ഇത് വച്ച് ഞാനൊരു കലക്കും. വണ്ടി എടുക്കണോ? ആരോടായിരുന്നു പെണ്ണെ കത്തി? അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്തിരി കാശ് തടയുന്ന കേസാ. അതുകൊണ്ടല്ലേ ഇത്ര നേരം സഹിച്ചു നിന്നത്. അല്ല, എന്താ ഇവിടുത്തെ കാര്യം? വല്ലതും നടപടിയായോ? ഹാ, ഇപ്പൊ ഒരു പകുതി മനസ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോവാൻ സലോമേ. ഓ പിന്നെന്താ. നില ഇങ്ങനെ ചേട്ടാ, എന്താ കേരടി വേണ്ടിയില്ലേ? കുറച്ചേരായല്ലോ കണക്ക് പുസ്തകം കൈപ്പിടിച്ചുള്ള ഇരിപ്പ് തുടങ്ങിയിട്ട്. കൊടുത്തു തീർക്കാനുള്ള കണക്കൊക്കെ ഒന്ന് നോക്കി വെച്ചതാ. കൂടെ കൊടുക്കാനുള്ള കണക്ക് നോക്കിയിട്ട് എന്താ കാര്യം? കടം തീർക്കാനുള്ള വഴി കൂടെ തെളിയണ്ടേ? അതും വേണം. എന്ന് വെച്ച് അതിനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണതും ശരിയല്ല. കൊടുക്കേണ്ടതൊക്കെ എത്രയും വേഗം കൊടുത്തു തീർത്ത് ഒന്ന് സ്വസ്ഥമാവണമെന്നാ വിചാരിക്കുന്നേ. അങ്ങനെ വിചാരിച്ചോണ്ട് മാത്രം കാര്യമായില്ലല്ലോ. കൊടുത്തു തീർക്കാൻ ഒരു വഴി കൂടെ വേണമല്ലോ. ഞാൻ നോക്കിയിട്ട് ഇനി ലോട്ടറി വല്ല അടിച്ചാലേ രക്ഷയുള്ളൂ. നമ്മുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചായ കാശുള്ള വക പോലും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഞാനിപ്പോ അതിന് പെട്ടെന്ന് പ്രത്യേകിച്ച് ദയോട്. പാവം, ഇതറിയുമ്പോ അവൾക്ക് വലിയ സങ്കടം.
എന്റെ മാലിനി, ഇതിപ്പോ വേറെ ആരെങ്കിലും കണ്ടിട്ട് വന്ന് പറയായിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാന്നേ. ഞാൻ കണ്ടെന്ന് പറയുന്നത് നീ കണ്ടതിന് തുല്യമാണേ. എന്താ അങ്ങനെയല്ലേ? ആ, അതങ്ങനെ തന്നെയാ. എന്നാലും ഇനി ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിലും അമ്പിളി, ഇപ്പോഴത്തെ പിള്ളേരാകുമ്പോ ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാൻ പോകുന്നതൊക്കെ സാധാരണയാ. അയ്യയ്യോ, ഇത് അതുപോലൊന്നും അല്ലെന്നേ. നീ പറയുന്ന പോലെ വെറും ഒരു കൂട്ടുകെട്ടോ പരിചയവുമാണെങ്കിൽ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാ മനസ്സിലാവും. എന്റെ മാലിനി, ഇത് സംഗതി അതൊന്നും അല്ല. രണ്ടുപേരും കൂടിയുള്ള ആ ഇരിപ്പൊന്ന് കാണണമായിരുന്നു. ആ ചെക്കന്റെ തോളിലോട്ട് ചാഞ്ഞു കിടന്നുള്ള ചിരിയും കളിയും. സത്യം പറയാലോ മാലിനി, അങ്ങോട്ട് ചെന്ന് അവളെ പിടിച്ചിറക്കി ഒരെണ്ണം അങ്ങ് പൊട്ടിക്കാനാ എനിക്ക് തോന്നിയത്. പിന്നെ അതിന്റെ നാണക്കേട് നമുക്കും കൂടിയാണല്ലോ എന്ന് ആലോചിച്ചാ വേണ്ടെന്ന് വെച്ചത്. ഞാൻ എന്തായാലും ഇത് ഇപ്പൊ തന്നെ ഏട്ടനെ വിളിച്ചു പറയാം. സഞ്ജുവുമായി സംസാരിച്ചിട്ട് വേണ്ടത് എന്തെന്ന് വെച്ച് ചെയ്യട്ടെ. അത് വേണം മാലിനി. അവനെ പോലെ നല്ല തങ്കപ്പെട്ട ചെക്കന് വേറെ ബന്ധം കിട്ടാനാണോ പ്രയാസം? കളഞ്ഞ് കൈ കഴുകിയേക്കാൻ പറ നിന്റെ ഏട്ടനോട്. നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നല്ലേ ഉള്ളൂ അമ്പിളി. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊരു പ്രശ്നമല്ലെന്നേ. അതല്ലേ സങ്കടം. എന്ത് പ്രശ്നമല്ലെന്ന് എന്റെ മാലിനി. ഇപ്പോഴത്തെ ആവേശത്തിന് അങ്ങനെയൊക്കെ പറയും. കല്യാണം കഴിഞ്ഞ് ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോ പിന്നെ അടിമുടി പ്രശ്നങ്ങളാവും. പിന്നെ കിടന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ കെട്ടഴിഞ്ഞ് നടന്ന് ശീലിച്ചവള് കല്യാണം കഴിഞ്ഞാ മര്യാദക്ക് ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടുമ്പുറത്ത് ഇങ്ങനെയാണേല് പിന്നെ അമേരിക്കയിലോട്ട് ചെല്ലുമ്പോ എന്തായിരിക്കും പുകില്? കുതിരയ്ക്ക് കൊമ്പ് മുളച്ച പോലെ ആവും. ഏട്ടനോട് ഞാൻ അതൊക്കെ സൂചിപ്പിച്ചതാ. ഏട്ടൻ ഇതൊക്കെ അവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എന്ന കൈയോടെ പോയി ഇതും കൂടി അറിയിക്ക്. ആ പാവം പയ്യൻ ഇതൊന്നും അറിയാതെ അവിടെ ജീവിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം. ഒരു നാഴികയ്ക്ക് മുമ്പേ അവനെ നമുക്ക് ഈ കുരുക്കി ഇന്ന് രക്ഷപ്പെടുത്തണം. നിന്റെ ഏട്ടന്റെ മോനെന്ന് പറയുമ്പോ എനിക്ക് എന്റെ മുകുന്ദനുണ്ണിയെ പോലെ തന്നെയാ. അതുകൊണ്ടാ ഞാൻ ഈ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്നത്. ആ പിന്നെ ഈ കാര്യത്തിൽ നീ ഒട്ടും ഉപേക്ഷ വിചാരിച്ചേക്കല്ലേ. കയ്യോടെ ഏട്ടനെ വിളിച്ച് വിവരം പറയണം. ശരി. ഒന്നിന്റെ കൂടെ ഒരു തള്ളും കൂടി എന്ന് പറഞ്ഞ പോലെ ഈ വിവരം കൂടി അവന്റെ ചെവിയിലെത്തിയ അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്നെ വിളിക്കുന്ന എന്തിനാ? ഹലോ മാഡം. ആ, ഞാൻ ക്ഷമയാണ് ജഗ്ഗു. അയ്യോ, അതെനിക്ക് മനസ്സിലായി മാഡം. എന്താ വിളിച്ചത്? വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ചപ്പോ വിളിച്ചോന്നേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാ ജഗ്ഗു അവിടെ വിശേഷങ്ങള്? ജഗ്ഗുവിന് സുഖമല്ലേ? ഓ, അങ്ങനെ പോകുന്നു മാഡം. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ പവൻ സാർ വന്നതിന് ശേഷം ആ നവമി മാഡത്തിന്റെ ഭരണം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതാ ആകെയുള്ളൊരു ആശ്വാസം. പിന്നെ മാഡത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഓ, എനിക്കെന്ത് വിശേഷം ജഗ്ഗു. ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെല്ലാരും കൂടി എന്നെ അവിടെ നിന്ന് പുറത്താക്കിയില്ലേ? ഇത്രയും നാളും ആത്മാർത്ഥമായി കമ്പനിയെ സേവിച്ചതിന് കിട്ടിയ പ്രതിഫലം. അയ്യോ, അങ്ങനെ പറയരുത് മാഡം. ആ കേസിൽ ക്ഷമ മാഡം നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എപ്പോഴും അത് പറയാറുമുണ്ട്. എന്നിട്ട് എന്ത് പ്രയോജനം ജഗ്ഗു? മനസ്സിലാക്കേണ്ടവര് അത് മനസ്സിലാക്കുന്നില്ലല്ലോ. നവീൻ സാറിന്റെ ഭാഗത്തുനിന്ന് പോലും എനിക്ക് അനുകൂലമായ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ വലിയ വിഷമം. നവീൻ സാർ വിചാരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല മാഡം. കാര്യം നടക്കണമെങ്കിൽ പവൻ സാർ തന്നെ വിചാരിക്കണം. മാഡം ഒരു കാര്യം ചെയ്യും, ദയോട് പറഞ്ഞ് പവൻ സാറിന്റെ അടുത്തൊന്ന് റെക്കമെൻഡ് ചെയ്യും. അതിന് അവള് പറഞ്ഞ പവൻ സാർ കേൾക്കോ? അതെന്താ കേൾക്കാത്തത്? ദയ ഇപ്പൊ പഴയ ആളൊന്നുമല്ല മാഡം. ആളിപ്പോ ശരിക്കും ഇവിടുത്തെ സ്റ്റാർ അല്ലേ? നവീൻ സാറിനും പവൻ സാറിനും ദയ വലിയ കാര്യമാണ്. എന്ത് കാര്യത്തിനും പവൻ സാറും നവീൻ സാറും ആദ്യം വിളിക്കുന്ന ദയ. അനിയത്തി ആള് മിടിക്കുക കേട്ടോ. ദയ ഒന്ന് മനസ്സ് വെച്ചാ പവൻ സാറിന് മാഡത്തിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, ദയോടത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോ പറ്റിയ അവസരം കിട്ടാഞ്ഞിട്ടാവും. അവൾ അവിടെ ഇപ്പോ ബിസിയാണോ? ദയ ഇവിടെ ഇല്ല മാഡം. പവൻ സാറിന്റെ കൂടെ ഏതോ പ്രോജക്റ്റിന്റെ ഡീല് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കാ. വരുമ്പോ എന്തെങ്കിലും പറയണോ മാഡം? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി ജഗ്ഗു, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ബൈ. ഓക്കെ മാഡം.
അത് ശരി. അപ്പൊ അവക്കവിടെ നല്ല ഹോൾഡ് അല്ലേ? എന്നിട്ടും എന്റെ കാര്യമൊന്ന് ശരിയാക്കി തരാൻ അവള് മനസ്സ് കാണിക്കുന്നില്ലല്ലോ. ചിലപ്പോ ഞാൻ വീണ്ടും അവിടെ ചെന്നാ കമ്പനിയിൽ അവളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു പേടിച്ചിട്ടായിരിക്കും. എന്നിട്ട് എന്റെ മുമ്പിൽ ഒന്നും അറിയാ പാവത്തിന്റെ വേഷം കെട്ടി എന്നെ വിഡ്ഢിയാക്കുക അവള്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സി മിസ്റ്റർ പവൻ, തികച്ചും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ ഡീൽ ഡ്രീംസിന് തന്നെ തരണമെന്നാ എന്റെ അഭിപ്രായം. കാരണം നിങ്ങളുടെ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ്സിൽ ഞാൻ അത്രമാത്രം ഇംപ്രസ്ഡ് ആണ്. ബട്ട് വാട്ട് ടു ഡു? ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി എനിക്ക് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഇറ്റ് ഡസന്റ് മാറ്റർ സർ. നിങ്ങളുടെ കമ്പനിയുടെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഷോർട്ട് ലിസ്റ്റിലുള്ളത് ആകെ 4 ഏജൻസികളാണ്. ഇതുവരെയുള്ള വർക്ക് എക്സ്പീരിയൻസും റിലീസ് ചെയ്ത കൊമേഴ്സ്യലുകളുടെ ഔട്ട്പുട്ടും വെച്ച് നോക്കുമ്പോൾ ഡ്രീംസിന് തന്നെ പ്രയോറിറ്റി. പക്ഷെ ഞങ്ങൾ പ്രധാനമായി നോക്കുന്നത് അതിനപ്പുറം ഞങ്ങൾ തരുന്ന കണ്ടന്റ് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാ. ഐ എം കോൺഫിഡന്റ് സർ. ഡ്രീംസ് ഒരിക്കലും താങ്കളെ നിരാശപ്പെടുത്തില്ല. യെസ്, ഐ നോ ഇറ്റ്. എങ്കിലും ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണല്ലോ. ഈ പറഞ്ഞ നിബന്ധനകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി അഗ്രിമെന്റ് സൈൻ ചെയ്യാം. എന്താ? ഷുവർ സർ. ഈ പ്രപ്പോസലുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിൽ സൈൻ ചെയ്തോളൂ. എക്സ്ക്യൂസ് മീ സർ, 1 minute സർ. ഹലോ സർ. എന്താ ഇതയാ? മീറ്റിംഗ് കഴിഞ്ഞോ? ഇല്ല സർ, പവൻ സാർ മാർക്കറ്റിംഗ് ഹെഡുമായി ഡിസ്കഷനിലാ. ദയ ചേട്ടായുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഞാനാണ് വിളിച്ചതെന്ന് ചേട്ടായി അറിഞ്ഞോ? ഇല്ല, പക്ഷേ കോള് വന്നത് ശ്രദ്ധിച്ചു. ഞാനാണെന്ന് പറയണ്ട. എന്തായി കാര്യങ്ങള്? അവരുമായി ഡീല് സൈൻ ചെയ്തോ? ആ, പവൻ സാറ് എഗ്രിമെന്റ് ഫയല് നോക്കുന്നുണ്ട്. അപ്പഴാ സാറ് വിളിച്ചത്. ഓക്കെ, ക്യാരി ഓൺ. ചേട്ടായുടെ കൂടെ തന്നെ ഉണ്ടാവണം ദയാ. എല്ലാം വളരെ കീനായി ഒബ്സർവ് ചെയ്യണം. ശരി സർ, ഞാൻ പിന്നെ വിളിക്കാം. എന്താണ് ഇത്? ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്യോ സൈലന്റ് മോഡിൽ ഇടുകയോ വേണമെന്ന് അറിയില്ലേ? സോറി സർ, ഇനി ഉണ്ടാവില്ല. ആരായിരുന്നു ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചത്? തന്റെ ആ ബോയ് ഫ്രണ്ട് ആണോ? അയ്യോ അല്ല സർ, ഇത് ഓഫീസിൽ നിന്ന് സാറാ മാഡാ. അത്യാവശ്യമായി ഒരു ഫയലിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചതാ. ശരി ശരി, വാ പോവാം. ഇതൊരുമാതിരി ഹിന്ദി മസാല പടങ്ങളിലെ കഥ പോലെ ഉണ്ടല്ലോ മോളെ. കമ്പനിയിലെ ചാരപ്പണി കണ്ടുപിടിക്കാൻ വരുന്ന ചേട്ടന്റെ നീക്കങ്ങളെ തകർക്കാൻ അയാൾ അറിയാതെ ഒരു സുന്ദരിയെ കൂട്ടുപിടിച്ചിറങ്ങുന്ന അനിയന്റെ വിശ്വസ്തയായ സുന്ദരിയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ചേട്ടൻ. ഹോ, അങ്ങനെ ആകെ മൊത്തം ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ചുരുക്കി പറഞ്ഞ നായകനാരാ വില്ലനാരാന്ന് പടം തീർന്നാലും ആർക്കും മനസ്സിലാവാത്ത അവസ്ഥ. അത് തന്നെയാ സലോമി എന്റെയും പ്രശ്നം. ആര് പറയുന്നതാ വിശ്വസിക്കേണ്ടത്, ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇതുവരെ. നവീൻ സാറ് പറയുന്നതാ സത്യമെങ്കിൽ ഉറപ്പായിട്ടും പവൻ സാറിന്റെ നീക്കങ്ങള് തടയപ്പെടേണ്ടത് തന്നെയാ. പക്ഷേ പവൻ സാറിന്റെ പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത തെറ്റ് തന്നെയാ. ഏതാ ശരി ഏതാ തെറ്റെന്നറിയാത്ത ഒരു ധർമ്മസങ്കടത്തിലാ ഞാൻ. നീ ഇതുവരെ പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോ നവീൻ മാധവന്റെ പക്ഷത്താ ന്യായംന്ന് എനിക്ക് തോന്നുന്നു. പവൻ മാധവന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്ത് കമ്പനി ലാഭത്തിലാക്കി മറച്ചു വെക്കാൻ നോക്കുന്നു. അവരെ പോലെയുള്ള മുതലാളികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോ അത് ശരിയായിരിക്കാം. പക്ഷെ നിങ്ങളെ പോലെയുള്ള സ്റ്റാഫുകൾക്ക് അത് 8ന്റെ പണിയായിരിക്കും.